ഹായ് ഫ്രണ്ട്സ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലെങ്കിൽ വൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കലായിട്ട് ഏരിയ അണ്ടർ ദി കർവ് വൈ ഇസിക്കൽ എഫ് ഓഫ് എക്സ് ബിറ്റ്വീൻ ദി ലൈൻസ് എക്സ് ഇസിക്കൽ ടു എ, എക്സ് ഇസിക്കൽ ടു ബി ആൻഡ് എക്സ് ആക്സിസ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് അതിലെ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 8, ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ. നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ് ഇത്. നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ എ സ്ക്വയർ. സെൻറ്റർ ഒറിജിനും റേഡിയസ് എ യൂണിറ്റ്സും വരുന്ന സർക്കിളിൻ്റെ ഇക്വേഷനാണ്. സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നമ്മൾ പണ്ട് മുതൽ തന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് ആർ ആണെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ നമ്മൾ പഠിച്ചു. ഏരിയ എ ആണെങ്കിൽ അപ്പോഴെന്തായിരിക്കും ഏരിയ ഓഫ് സർക്കിൾ? യെസ്, പൈ എ സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, റേഡിയസ് എ ആണെങ്കിൽ പൈ എ സ്ക്വയർ. പക്ഷെ അന്ന് നമ്മൾ ഏരിയ പഠിച്ചപ്പോൾ എങ്ങനെയാണ് ആ ഏരിയ കിട്ടിയത് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. കാണാതെ പഠിച്ചു വെച്ചിട്ടാണ് ഫോർമുല പൈ ആർ സ്ക്വയർ എന്ന്, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ എന്ന് കിട്ടിയിരിക്കുന്നത് ഇൻ്റഗ്രേഷൻ വഴിയാണ്. അതെങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് പബ്ലിക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ, ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ, ഇത് ബൗണ്ടഡ് എന്നാണ് വായിക്കുക കേട്ടോ. ബൗണ്ടഡ് ബൈ ദി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ ടു എ സ്ക്വയർ. ഇവിടെ റേഡിയസ് എ ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ പൈ എ സ്ക്വയർ എന്നായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കിട്ടുന്നത് എന്ന്. നോക്കൂ, ഇവിടെ നിങ്ങൾ കാണുന്നത് സർക്കിളാണ്. കണ്ടോ, ഒറിജിന് സെൻറ്ററാണ്, റേഡിയസ് എ യൂണിറ്റ്സ് വരുന്ന ഒരു സർക്കിളാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ എ യൂണിറ്റ് എന്ന് മാർക്ക്, റേഡിയസ് എ ആയതുകൊണ്ട് ഞാൻ ഈ നമ്പറിന് എ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ എ, ഇത് ഒറിജിനാണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സർക്കിളിൻ്റെ മൊത്തം ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ കാണാൻ ശ്രമിക്കുകയാണ്. ഏതാ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതാ, ദിസ് ഏരിയ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ കിട്ടാൻ നമ്മൾ ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്. എന്താണ് ടെക്നിക്ക്? ഇതാ, 0 മുതൽ എ വരെ ഇതാ വൈ ഡി എക്സ്, അല്ലേ? ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻ്റഗ്രൽ ഇവിടെ 0 മുതൽ എ വരെ ഈ കർവ് കണ്ട, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ കർവ് വൈ, നമുക്ക് വൈ ഓഫ് സർക്കിൾ എന്ന് വേണമെങ്കിൽ പേര് വിളിക്കുക. വൈ ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഏരിയ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഇൻ്റഗ്രേഷൻ വഴി കിട്ടും. അതിന് ശേഷം നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ വിത്ത് 4, വി വിൽ ഗെറ്റ് ദി ഏരിയ ഓഫ് ദി എൻറ്റയർ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഏരിയ ഓഫ് സർക്കിൾ കാണാനുള്ള ഫോർമുല? യെസ്, ഏരിയ ഈസ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞു നോക്കൂ. വാട്ട് ഈസ് ഏരിയ? ഏരിയ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 4 ടൈംസ് ചെയ്യണം, അല്ലേ? 4 ടൈംസ് ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാണ് നോക്കൂ? 0 മുതൽ എ വരെയാണ്, അല്ലേ? 0 മുതൽ എ വരെ വൈ ഡി എക്സ് എന്ന് എഴുതുന്നു. ഓക്കെ, വൈ ഡി എക്സ് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. പക്ഷേ ഇവിടെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഓഫ് സർക്കിൾ എന്നാണ്. നിങ്ങൾ നോക്കൂ, വാട്ട് ഈസ് വൈ ഓഫ് സർക്കിൾ? നമുക്കറിയാം, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണെങ്കിൽ വാട്ട് ഈസ് വൈ സ്ക്വയർ? വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അല്ലേ? ദെൻ വാട്ട് ഈസ് വൈ? വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്, അല്ലേ? വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നമ്മൾ ആ വാല്യൂ ഇവിടെ ഫില്ല് ചെയ്യാണ്. 4 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു എ വാട്ട് ഈസ് വൈ? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ അറിയണം. ഈ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രലാണ്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതിന് റിസൾട്ട് ഞാൻ ഇവിടെ എഴുതാം, ശ്രദ്ധിച്ചോളൂ. ഇൻ്റഗ്രൽ കളർ മാറ്റി എഴുതാം. യെസ്, ഇൻ്റഗ്രൽ റൂട്ട് ഓഫ്, ഇതെല്ലാവരും കാണാതെ പഠിക്കേണ്ട ഒരു ഇൻ്റഗ്രലാണ്. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്നാണ് ഈ റിസൾട്ട്. ഈ റിസൾട്ടിലാണ് ഈ ഇൻ്റഗ്രേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആൻസർ ആണ്, കണ്ട, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അതേ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. x/2 പറഞ്ഞു നോക്കൂ, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ.
ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് ഏതാണ്? 0 മുതൽ a വരെ. ഓക്കെ, ഇവിടെ ഞാൻ എഴുതുന്നു 0 മുതൽ a വരെ. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് അപ്പർ ലിമിറ്റ് ആവുന്ന a ആണ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നോക്കിക്കോളൂ. അപ്പർ ലിമിറ്റ് ആകുന്ന a ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ a² മൈനസ് a² 0 വരും. അപ്പോൾ മൊത്തത്തിൽ ഫസ്റ്റ് ടേം 0 വരും. പ്ലസ് അടുത്ത ടേം a²/2 സൈൻ ഇൻവേഴ്സ് a/a സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും. ഓക്കെ, സൈൻ ഇൻവേഴ്സ് 1 അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 0 എന്ന് വരുമ്പോൾ 0/2 0 വരും. രണ്ടാമത്തത് വീണ്ടും ഇവിടെ പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് 0 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 0 അഗെയിൻ 0, കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. അപ്പോൾ ആകെ ഒരേ ഒരു ടേം ഉണ്ടാവുള്ളൂ, a²/2 സൈൻ ഇൻവേഴ്സ് 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 a²/2. വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് 1? യെസ്, π/2 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും ആൻസർ നോക്കൂ. ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്തു. സോ ദ ആൻസർ ഈസ് πa² നമുക്ക് ആൻസർ കിട്ടി. കണ്ട, എ റേഡിയസ് വരുന്ന സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? πa². ആറാണ് റേഡിയസ് എങ്കിൽ എന്ത് പറയും? πr². കിട്ടിയല്ലോ. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എഴുതി പഠിക്കണം. ഓക്കെ, y/dx എന്നാണ് ഫോർമുല. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് നമുക്ക് ലഭിക്കുക. ഫസ്റ്റ് ക്വാഡ്രൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മൊത്തം സർക്കിളിൻ്റെ ഏരിയ ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 0 മുതൽ a വരെ y/dx. നിങ്ങളുടെ x ആക്സിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് y/dx. ഓക്കെ, y ആക്സിലേക്ക് ചെയ്താലും കിട്ടും. അപ്പോൾ നമ്മൾ 0 to y x/dy എന്ന് എഴുതേണ്ടത്. ഇതാണ് ഈസി. x ആക്സിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി എലിപ്സ്. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി എലിപ്സ് x²/a² പ്ലസ് y²/b² = 1. ഇവിടെ സർക്കിളിന് പകരം എലിപ്സ് ആണ്. നമുക്കറിയാം ഈ എലിപ്സിൻ്റെ ഫിഗറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. ഏത്? ഇൻ്റഗ്രൽ a to b a² മൈനസ് a² = x/2 √(a²-) ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഇവിടെ നോക്കൂ, ഈ എലിപ്സിൻ്റെ ഫിഗർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ എലിപ്സ് ഇതിൻ്റെ മേജർ ആക്സിസ് നമുക്കറിയാം, സെമി മേജർ ആക്സിസ്. ഇവിടെ ഇത് x²/a² ആണെങ്കിൽ ഇത് a ആയിരിക്കും. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ a ആയിരിക്കും, ഇത് 0 ആയിരിക്കും അല്ലേ. ഇവിടെയും നമ്മൾ ഫുൾ എലിപ്സിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ ചെയ്യും അല്ലേ. എന്താണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 0 മുതൽ a വരെ വാട്ട് ഈസ് 0 to a y/dx എഴുതണം. ഇതാണ് y ഓഫ് എലിപ്സ് എഴുതണം. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഇവിടെ ആദ്യം y കണ്ടെത്തണം. എങ്ങനെ y കണ്ടെത്തും നോക്കൂ. ഈ ഇക്വേഷൻ നമുക്ക് y കണ്ടെത്തണം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാൻ ശ്രദ്ധിച്ചോളൂ. x² a² പ്ലസ് y²/b² = 1 അല്ലേ. വാട്ട് ഈസ് y²/b²? യെസ്, 1 മൈനസ് x²/a² അല്ലേ. നമുക്ക് ആവശ്യമുള്ളത് y ആണ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. a² മൈനസ് x² ഡിവൈഡഡ് ബൈ a². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഇതാണ് y²/b². ദെർഫോർ വാട്ട് ഈസ് y²? ഈ b² ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ b²/a² ആദ്യം എഴുതി, പിന്നീട് ബാക്കി a² മൈനസ് x² എന്ന് എഴുതി. ക്ലിയർ അല്ലേ? ഇത് y²/b² ആണ്. y² കിട്ടാൻ വേണ്ടി b² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ b²/a², a² മൈനസ് a². അപ്പോൾ y കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്? വാട്ട് ഈസ് ഏരിയ ഓഫ് എലിപ്സ്? നേരത്തെ ചെയ്തതുപോലെ ഏരിയ ഓഫ് എലിപ്സ് ഇസ് ഈക്വൽ ടു ഏരിയ ഇസ് ഈക്വൽ ടു വാട്ട്? 4 ടൈംസ് എഴുതണം അല്ലേ. 4 ടൈംസ് ഇൻ്റഗ്രൽ 0 to a y/dx എന്ന് എഴുതും. സെയിം ഫോർമുല y/dx. പക്ഷേ ഇവിടെ y ഓഫ് എലിപ്സ് ആണ് എഴുതേണ്ടത്. വാട്ട് ഈസ് y ഓഫ് എലിപ്സ്? ഇതാ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 4 ടൈംസ് ഇൻ്റഗ്രൽ 0 to a. ഇതാ ഇതിന് y എഴുതുമ്പോൾ റൂട്ട് എഴുതണം അല്ലേ. b/a b²/a² റൂട്ട് b/a. ഇതിൻ്റെ റൂട്ട് എഴുതണം. റൂട്ട് ഓഫ് a² മൈനസ് x² dx എന്നാണ്. ഓക്കെ, b/a റൂട്ട് ഓഫ് a² മൈനസ് x². ഇവിടെയും സെയിം ഫോർമുല നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഫോർമുല തന്നെയാണ് കേട്ടോ. b/a കോൺസ്റ്റൻ്റ് ആണ്. b/a നമ്മൾ പുറത്ത് എഴുതി, ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് എഴുതി. റൂട്ട് ഓഫ് a² മൈനസ് x²ൻ്റെ ഇൻ്റഗ്രൽ ഒന്ന് പറഞ്ഞു നോക്കൂ. എന്തായിരുന്നു? x/2 റൂട്ട് ഓഫ് a² മൈനസ് a². x/2 റൂട്ട് ഓഫ് a² മൈനസ് x² പ്ലസ് a²/2 സൈൻ ഇൻവേഴ്സ് x/a എന്നാണ് അല്ലേ. നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എല്ലാം കൊടുക്കുന്നു. 0 മുതൽ a തന്നെയാണ് അല്ലേ. 0 to a. പറയൂ ആൻസർ. 4b/a എന്ന് എഴുതി.
ആദ്യം എ എന്ന് കൊടുക്കുന്നു. എക്സിൻ്റെ സ്ഥാനത്ത് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ല, ഇവിടെ എ ബൈ 2 എന്നുണ്ടാവും. പക്ഷേ ഇവിടെ 0 വരുന്നത് കൊണ്ട് ആൻസർ മൊത്തം ഫസ്റ്റ് ടേം 0 ആയിട്ട് പോയി. പ്ലസ് ബാക്കിയുള്ളത് സെക്കൻഡ് ടേം എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 1 എന്നായിട്ട് മാറും. സൈൻ ഇൻവേഴ്സ് 1 അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 ബൈ 2 0. ഇനി ഇവിടെ കൂടെ നോക്കേണ്ട ആവശ്യമില്ല, ഇത് 0 ആയി. 0 പ്ലസ് 0 മൊത്തത്തിൽ ആൻസർ 0 എന്നതിന് കിട്ടും. സൈൻ ഇൻവേഴ്സ് 0യും 0 ആണ്. അപ്പോൾ ഒരേ ഒരു ടേം മാത്രം ബാക്കിയായി അല്ലേ. 4b ബൈ എ ഇൻറ്റു ഇവിടെ എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2. ഓക്കെ, പൈ ബൈ 2. അപ്പോൾ എന്തായി ആൻസർ? ഇതാ ഈ 2 4 ക്യാൻസൽ ചെയ്തു, ഒരു എയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പൈ എ ബി എന്നായിരിക്കും. ഏതെല്ലാമാണ് ഇവിടെ ക്യാൻസൽ ചെയ്തത്? ഒരു എ ക്യാൻസൽ ചെയ്തു, ഈ 4ഉം ക്യാൻസൽ ചെയ്തു. ഓക്കെ, ബാക്കി പൈ എ ബി. സോ വാട്ട് ഈസ് ഏരിയ ഓഫ് ദി എലിപ്സ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പൈ എ ബി. അപ്പോൾ ഏരിയ ഓഫ് എലിപ്സ് കാണാനുള്ള ഫോർമുല നിങ്ങൾ ആദ്യമായിട്ട് കാണുകയായിരിക്കും, പൈ എ ബി. ഈ ഫോർമുല ഓർത്ത് വെക്കുക, ഇതിൻ്റെ പ്രൂഫും പഠിച്ചു വെക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ആൻസർ 4 ടൈംസ് ഏരിയ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ കിട്ടാൻ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ 0 to a y dx. y കിട്ടിയ മാർഗ്ഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എഴുതുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടുന്ന് ബി സ്ക്വയർ വീണ്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. വൈ എഴുതുമ്പോൾ ഇവിടെ റൂട്ട് എടുത്തു, അതാണ് ബി ബൈ എ. ഓക്കെ, ബാക്കി ഇത് സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ ആണ്. ആ ഇൻ്റഗ്രൽ നേരത്തെ ഇവിടെ കണ്ടു കഴിഞ്ഞു. ഇതാണ് ആ ഇൻ്റഗ്രേഷൻ. ഈ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് എലിപ്സ് പൈ എ ബി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസിന് ആൻസർ വളരെ പെട്ടെന്ന് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ മറ്റൊരു ചോദ്യം. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഇസ് ഈക്വൽ ടു 1. ഇവിടെ എയും ബിയും അറിയുമെങ്കിൽ നിങ്ങൾക്ക് എ ഇവിടെ 4 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. എ ഈക്വൽ ടു 4 അല്ലടോ ഇവിടെ. എ ഈക്വൽ ടു 4. വാട്ട് ഈസ് ബി? ബി ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്താ ഇതിൻ്റെ? വാട്ട് ഈസ് ഏരിയ ഓഫ് ദിസ് എലിപ്സ്? യെസ്, പൈ എ ബി നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു അല്ലേ. പൈ എ ബി വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ത് വരും? യെസ്, 12 പൈ എന്ന ആൻസർ കിട്ടണം. 12 പൈ ആണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ ഇങ്ങനെ എഴുതാൻ പറ്റില്ല, നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ആൻസർ കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇതാ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. ഇവിടെ നമ്മൾ ഇതിന് 0, ഇത് ഒറിജിനാണ്. ഇവിടെ എക്സ് സ്ക്വയർ ബൈ 16 ആയതുകൊണ്ട് ഈ നമ്പർ 4 ആയിരിക്കും അല്ലേ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഏരിയ ചെയ്യാണ്, ഈ ഏരിയ. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നുകൂടെ ഇവിടെ ഡിറൈവ് ചെയ്യാൻ നോക്കിക്കോളൂ. എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ വൈ സ്ക്വയർ ബൈ 9 എന്താ? വൈ സ്ക്വയർ ബൈ 9 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 16 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 16. ഇതാണ് വൈ സ്ക്വയർ ബൈ 9. ദെർഫോർ വാട്ട് ഈസ് വൈ സ്ക്വയർ? 9 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, 9 ബൈ 16 ഇൻറ്റു 16 മൈനസ് എക്സ് സ്ക്വയർ. ശരിയല്ലേ? ഇത് വൈ സ്ക്വയർ ബൈ 9 ആണ്. ഇപ്പോൾ 9 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പോൾ നമുക്കതിൽ നിന്ന് വൈ കിട്ടും. വാട്ട് ഈസ് വൈ? വൈ ഈക്വൽ ടു റൂട്ട് എടുക്കണം. 3 ബൈ 4 16 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എഴുതുന്നു. വാട്ട് ഈസ് ഏരിയ? യെസ്, ഏരിയ ഈസ് ഈക്വൽ ടു, പറയൂ, ഏരിയ ഈസ് ഈക്വൽ ടു 4 ടൈംസ് ഇൻ്റഗ്രൽ 0 to 4, 0 മുതൽ 4 വരെ അല്ലേ, 0 to 4 y dx എന്ന് എഴുതുന്നു. ഫോർമുല മാറിപ്പോയത് y dx. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് ഇൻ്റഗ്രൽ 0 to 4. വാട്ട് ഈസ് y? യെസ്, 3 by 4 root of 16 minus x square dx. Clear? That is equal to ഈ 4 ഈ 4 ക്യാൻസൽ ചെയ്തു അല്ലേ, 3 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇൻ്റഗ്രൽ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് ഏതായിരുന്നു? എക്സ് ബൈ 2 റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2. ഇതാണ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എക്സ് ബൈ 4 എന്ന് എഴുതാം അല്ലേ. വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 4 എന്ന് കൊടുക്കുകയാണ്. 0 to 4ലാണ് നമ്മൾ ചെയ്യുന്നത്, കണ്ടില്ലേ. സോ ദ ആൻസർ ഈസ് 3 ഇൻറ്റു ആദ്യം നമ്മൾ കൊടുക്കേണ്ട ലിമിറ്റ് അപ്പർ ലിമിറ്റ് 4 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ 4 എക്സിന് 4 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഈ റൂട്ടിനകത്ത് 4 എന്ന് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ. ഇത് 4 സ്ക്വയർ ആവും. 16 മൈനസ് 16 0 എന്ന് വരും. ഫസ്റ്റ് ടേം 0 ആയി. പ്ലസ് രണ്ടാമത് 16 ബൈ 2 8 സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും അല്ലേ. നേരത്തെ നമ്മൾ ചെയ്തു സൈൻ ഇൻവേഴ്സ് 4 ബൈ 4. എന്താ സൈൻ ഇൻവേഴ്സ് 1?
π/2. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 0/2 0 വന്നു, സൈൻ ഇൻവേഴ്സ് 0, മൊത്തം ആൻസർ 0 വരും. അതുകൊണ്ട് അത് എഴുതണമെന്നില്ല. സോ ദ ആൻസർ ഈസ് വാട്ട്? പറയൂ ആൻസർ. 3 × 8π/2 അല്ലേ എന്ന് പറഞ്ഞാൽ 24π/2, അല്ലെങ്കിൽ 3 × 8π/2 എന്ന് പറഞ്ഞാൽ അത് 4π അല്ലേ, 4π എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 12π എന്ന് നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ നമ്മൾ എലിപ്സിൻ്റെ ഏരിയ പഠിച്ചു. π/AB എന്ന് പറഞ്ഞു. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 4 ആണ്. a = 4, ഓക്കെ, b = 3. ഇപ്പോൾ π/AB എന്ന് നമ്മൾ കാണാതെ നമുക്ക് അറിയുമെങ്കിൽ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. AB എന്ന് പറഞ്ഞാൽ 12, അപ്പോൾ 12π എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് ആൻസർ കിട്ടും. പക്ഷേ ഇങ്ങനെ ഒറ്റയടിക്ക് എഴുതി വെക്കാൻ പാടില്ല. ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ 12π എന്ന് നമ്മൾ എഴുതി കണ്ടുപിടിക്കണം. ഓക്കെ, ആൻസർ ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. ഈ ഫോർമുല എവിടുന്നാണ് കിട്ടിയത്? അത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഇതാ ഇവിടെ ജനറലായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏരിയ ഓഫ് എലിപ്സും ഏരിയ ഓഫ് സർക്കിളും നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് എൻക്ലോസ്ഡ് ബൈ x ആക്സിസ്, ദി ലൈൻ y = x ആൻഡ് ദി സർക്കിൾ x² + y² = 32. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്. ഈ ലൈൻ നമുക്കറിയാം y = x ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്, പിന്നെ x ആക്സിസ്. അപ്പോൾ നമുക്കതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഫിഗർ വരക്കാൻ അറിയണം കേട്ടോ. ഇതാണ് ഫിഗർ, ഇതാണ് സർക്കിൾ, കണ്ടല്ലോ സർക്കിൾ. ഇതിൻ്റെ റേഡിയസ് എന്താ വരിക എന്ന് പറയും? റേഡിയസ് എന്താ? x² + y² = 32. ഇപ്പോൾ റേഡിയസ് √32 ആയിരിക്കും, √32. ഓക്കെ, റേഡിയസ് √32. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്ന ഏരിയ ഓഫ് ദി റീജിയൻ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് എൻക്ലോസ്ഡ് ബൈ x ആക്സിസ്. ഒന്ന് x ആക്സിസ് ആണ്, സർക്കിൾ എന്ന് പറഞ്ഞാൽ റെഡ് ലൈനാണ്, റെഡ് കളറിൽ കാണുന്നതാണ് സർക്കിൾ, ലൈൻ ഈ ബ്ലൂ കളറിൽ കാണുന്ന ലൈനാണ്, ഇതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, y = x. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏരിയ ഒരിക്കലും ഒരു കർവിൻ്റെ താഴെയുള്ള ഏരിയ അല്ല. കുറച്ച് ഭാഗം ഈ ലൈനിൻ്റെ താഴെയാണെങ്കിൽ കുറച്ച് ഭാഗം ഈ സർക്കിളിൻ്റെ താഴെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ കണ്ടെത്തണം. ഈ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം ആദ്യം. ഏത് ഭാഗം? ഇതാ നോക്കൂ നിങ്ങൾ, ഇവിടെ നിന്ന് ഈ പോയിന്റ് ഇല്ലേ, ഇതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ കണ്ടെത്തണം. അതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗം, ഫസ്റ്റ് ഭാഗം കാണുന്ന ഈ ട്രയാങ്കുലർ റീജിയൻ എന്ന് പറയുന്ന ലൈനിൻ്റെ താഴെയാണ്, ഈ ചെറിയ ഭാഗം സർക്കിളിൻ്റെ താഴെയാണ്. അതുകൊണ്ട് 2 പീസായിട്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ പോയിന്റ് കിട്ടുക? ഈ പോയിന്റ് കിട്ടാൻ നമ്മൾ ഈ ലൈനും ഈ സർക്കിളും ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ x² + y² = 32. ഇതാണ് സർക്കിൾ. ലൈൻ എന്ന് പറഞ്ഞാൽ y = x. അപ്പോൾ നമ്മൾ y = x എന്ന് കൊടുത്ത് നോക്കുകയാണ്. ഇവിടെ y = x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ x² + yൻ്റെ സ്ഥാനത്ത് x എന്ന് കൊടുത്തു, x² = 32, 2x² = 32, x² = 16, x ± 4 എന്ന് കിട്ടും. +or -4, ഇവിടെ 4ഉം ഇവിടെ -4. നമുക്ക് ആവശ്യമുള്ളത് 4 ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ 4 എന്ന് മാത്രം എഴുതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 0 മുതൽ 4 വരെ ഈ ലൈനാണ്, കണ്ട ലൈനിൻ്റെ താഴെയുള്ള ഏരിയയാണ്. 4 മുതൽ √32 വരെ ഈ സർക്കിളിൻ്റെ താഴെയുള്ള ഏരിയയാണ്. അപ്പോൾ 2 പീസാക്കിയിട്ടാണ് ഈ ഏരിയ നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, √32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4√2 ആണെന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, √32 എന്ന് പറഞ്ഞാൽ 4√2 ആണ്. ഇത് 4 ആണ്, ഇത് 4√2 ആണ്. അപ്പോൾ നമ്മൾ ഏരിയക്കുള്ള എക്സ്പ്രഷൻ എഴുതുന്നു. വാട്ട് ഈസ് ഏരിയ? നന്നായി ശ്രദ്ധിക്കണം. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം 0 മുതൽ 4 വരെ y ആണ് അല്ലേ, 0 മുതൽ 4 വരെ y dx. പക്ഷെ ഇവിടെ y എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ y ആണെന്ന് ഓർത്ത് വെക്കണം. y ഓഫ് ലൈൻ എന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം കേട്ടോ. y ഓഫ് ലൈൻ dx പോരാ, പ്ലസ് 4 മുതൽ 32 √32 വരെ സർക്കിളിൻ്റെ താഴെയുള്ള ഏരിയയാണ്. അപ്പോൾ എങ്ങനെ എഴുതണം? 4 to √32 y ഓഫ് സർക്കിൾ dx എന്ന് എഴുതി. സർക്കിളിൻ്റെ y ആണെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതി കേട്ടോ. therefore the answer is 0 to 4. what is y of line? y of line the y = x എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ലൈനിൻ്റെ ഇക്വേഷൻ x ആണ്. x dx പ്ലസ് yes 4 to √32 y of സർക്കിൾ നമ്മൾ നേരത്തെ എഴുതി അല്ലേ, √32 - x² ഞാൻ നേരിട്ട് എഴുതി കേട്ടോ. 32 - x² dx. നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്താം. എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? x² / 2. അത് ഫിനിഷ്ഡ് ആണ്.
0 to 4 കഴിഞ്ഞു. പ്ലസ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? x/2 യെസ് റൂട്ട് ഓഫ് 32 മൈനസ് x² പ്ലസ് a²/2 എന്താ a² 32 ആണ് അല്ലേ? 32/2 സൈൻ ഇൻവേഴ്സ് x/, എന്നാണ് പഠിച്ച്. x/, വാട്ട് ഈസ് a എന്ന് പറഞ്ഞാൽ റൂട്ട് 32 എന്ന് എഴുതണം. റൂട്ട് 32 വിത്തിൻ ദ ലിമിറ്റ്സ് എവിടെ മുതലാണ്? 4 മുതൽ റൂട്ട് 32 വരെ. ഓക്കെ, 4 to റൂട്ട് 32. നമ്മൾ ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. 4 എന്ന് കൊടുത്താൽ 16/2 8 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, 0 ആണ്. 8 പ്ലസ് ഇവിടെ നമ്മൾ റൂട്ട് 32 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കൂ. രണ്ടാമത്തെ എക്സ്പ്രഷനിൽ റൂട്ട് 32 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പറയൂ. റൂട്ട് 32 കൊടുക്കുമ്പോൾ ഇവിടെ 0 എന്ന് വരും അല്ല, ആൻസർ 0 എന്ന് വരും. റൂട്ട് 32 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 32 മൈനസ് 32 0. രണ്ടാമത്തെ ടേം 16 അല്ലേ, 32/2 16 സൈൻ ഇൻവേഴ്സ് 1 വരും. കണ്ട, റൂട്ട് 32 എന്ന് ഇവിടെ കൊടുത്താൽ സൈൻ ഇൻവേഴ്സ് 1. എന്താ സൈൻ ഇൻവേഴ്സ് 1? യെസ്, 5/2. അപ്പോൾ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് ആവുന്ന 4 എന്ന് കൊടുക്കുന്നു. 4 എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 4/2 അല്ലേ. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കുകയാണ് 2 ഇൻറ്റു 32 മൈനസ് ഇവിടെ 4 കൊടുത്താൽ 4ൻ്റെ സ്ക്വയർ 16. ഇപ്പോൾ റൂട്ട് 16 അല്ലേ. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 വരും. 32 മൈനസ് 16 റൂട്ട് 4 പ്ലസ് വീണ്ടും ഇവിടെ 32/2 എന്ന് പറഞ്ഞാൽ വീണ്ടും 16 സൈൻ ഇൻവേഴ്സ് 4/റൂട്ട് 32 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 4/റൂട്ട് 32. എന്താ 4/റൂട്ട് 32? റൂട്ട് 32 എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരുന്നതാ 4/. ഞാൻ ഇവിടെ അത് മാത്രം ഇവിടെ എഴുതാം, ശ്രദ്ധിച്ചോളൂ. 4/റൂട്ട് 32 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഇത് 4√2 ആണ്. 32 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 32 എന്ന് പറഞ്ഞാൽ 4√2 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ 4ഉം 4ഉം ക്യാൻസൽ ചെയ്തിട്ട് 1/√2 എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് വരും. വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് 1/√2? നമുക്കറിയാലോ, സൈൻ ഇൻവേഴ്സ് 1/√2 ഈസ് വാട്ട്? യെസ്, π/4 എന്ന് കിട്ടും അല്ലേ. π/4 ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് ഇത് എത്രയാണ് വരിക? ഈ 16 2 ക്യാൻസൽ ചെയ്താൽ വീണ്ടും 8π എന്ന് വരും അല്ലേ. ഇവിടെ മൈനസ് 8 മൈനസ് വീണ്ടും മൈനസ് ഇവിടെ 4π എന്ന് വരും. 4π മൊത്തം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഈ 8ഉം 8ഉം ക്യാൻസൽ ചെയ്യും. 8π മൈനസ് 4π ആൻസർ 4π എന്നാണ് ഇതിൻ്റെ ആൻസർ. 4π. ഈ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ 4π. ഈ ആൻസർ ശരിയാണോ എന്ന് നോക്കാൻ മാർഗമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൊത്തം സർക്കിളിൻ്റെ ഏരിയയുടെ എത്ര ഭാഗമാണ് നിങ്ങൾ കാണുന്നത്? ഇത് കറക്റ്റ് 45 ഡിഗ്രിയിൽ പോകുന്ന ലൈനാണിത് അല്ലേ. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മൊത്തം സർക്കിളിൻ്റെ എത്ര ഭാഗമാണ് ഈ ഗ്രീൻ ഭാഗം, ഈ ഗ്രീൻ ഷെയ്ഡഡ് റീജിയൻ? 4/1 അല്ല, 8/1 അല്ലേ. 8ൽ ഒരു ഭാഗമല്ലേ ഉള്ളൂ ഇത്. നമുക്കറിയാം ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ πr² എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. πr² അല്ലേ ഏരിയ ഓഫ് മൊത്തം സർക്കിളിൻ്റെ ഏരിയ എന്താ? πr². ഇവിടെ r² എന്ന് പറഞ്ഞാൽ 32 ആണ്. എന്ന് പറഞ്ഞാൽ 32π ആണ് മൊത്തം സർക്കിളിൻ്റെ ഏരിയ. അതിൻ്റെ 8/1 നിങ്ങൾ കാണുന്നത് അല്ലേ. 8/1 എന്ന് പറഞ്ഞാൽ /8 ചെയ്താൽ പോരെ. അപ്പോൾ എന്താണ് ആൻസർ? 32/8 4. അങ്ങനെ നമുക്ക് 4π എന്ന ആൻസർ ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 4π നമുക്കിവിടെ കറക്റ്റ് ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ 0 മുതൽ 4 വരെ y എന്ന് പറഞ്ഞാൽ ലൈനിൻ്റെ താഴെയും 4 മുതൽ റൂട്ട് 32 വരെ സർക്കിളിൻ്റെ താഴെയുമായതുകൊണ്ട് 2 പീസാക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻസർ 4π എന്ന് അറിയാനുള്ള മാർഗ്ഗം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദി ലൈൻ y = x+1, x = 0 ആൻഡ് ദി x-axis, x = 3 ആൻഡ് ദി x-axis. ഓക്കെ, ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ y. ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ y = x+1 ആണ് കേട്ടോ. y = x+1, x = 0, x = 3 ആൻഡ് x-axis എന്നാണ്. അപ്പോൾ y = x+1ൻ്റെ ഗ്രാഫ് ഒന്ന് നമുക്ക് ജസ്റ്റ് വരച്ച് നോക്കാം കേട്ടോ. y = x+1ൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. y = x+1ൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണല്ലോ. എങ്ങനെ y = x+1ൻ്റെ ഗ്രാഫ് വരക്കുക? അത് പറയും. y = x+1 സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഗ്രാഫ് വരക്കാൻ നമുക്കറിയാം 2 പോയിൻറ്റ്സ് ആവശ്യമുണ്ട് അല്ലേ.
എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഈസ് വൈ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, പിന്നെ എക്സിന് -1 കൊടുത്താൽ y ഇസ് ഈക്വൽ ടു 0 അല്ലേ, എക്സിന് -1 കൊടുത്താൽ y ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും, ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും, ഈ ഒരു ലൈനായിരിക്കും നമ്മളെ y ഇസ് ഈക്വൽ ടു x പ്ലസ് 1. ദിസ് ഈസ് y ഇസ് ഈക്വൽ ടു x പ്ലസ് 1. എക്സിന് 0 കൊടുത്താൽ y ഇസ് ഈക്വൽ ടു 1, എക്സിന് -1 കൊടുത്താൽ ആൻസർ. ഇനി ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദിസ് ലൈൻ y ഇസ് ഈക്വൽ x പ്ലസ് 1 ബിറ്റ്വീൻ x ഇസ് ഈക്വൽ, ഇതാണ് x ഇസ് ഈക്വൽ ടു 0, ഞാനിവിടെ ജസ്റ്റ് വരക്കാം, ഇതാണ് x ഇസ് ഈക്വൽ ടു 0, x ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ലൈൻ. x ഇസ് ഈക്വൽ ടു 3 നമുക്ക് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വരക്കാം, ഇതാണ് x ഇസ് ഈക്വൽ ടു 3, വളഞ്ഞു പോയിട്ടുണ്ട്, നേരെ വരക്കാം, x ഇസ് ഈക്വൽ ടു 3. ഓക്കെ, ഇതാണ് x ഇസ് ഈക്വൽ ടു 0, ഇതാണ് x ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഏത് ഏരിയയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഇതാ ഈ ഒരു ഷെയ്ഡഡ് ഏരിയയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ y ഇസ് ഈക്വൽ ടു x പ്ലസ് 1, x ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x ഇസ് ഈക്വൽ ടു 0, x ഇസ് ഈക്വൽ ടു 3 ആൻഡ് x ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് ഏരിയയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയൂ? യെസ്, ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 മുതൽ 3 വരെയാണ് അല്ലേ, 0 to 3 y dx എന്ന് എഴുതിയാൽ മതി, y dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3 വാട്ട് ഈസ് y x പ്ലസ് 1 dx എന്ന് കിട്ടി. സിമ്പിൾ ഇൻ്റഗ്രേഷൻ അല്ലേ. എന്താ എക്സിൻ്റെ ഇൻ്റഗ്രൽ? x²/2 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ x വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 3. അപ്പോൾ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3² 9/2 പ്ലസ് 3, അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് രണ്ടും 0 ആണ് അല്ലേ, 0 + 0 മൊത്തത്തിൽ ആൻസർ 0 എന്ന് തന്നെ വരും. സോ ദ ആൻസർ ഈസ് 9/2 പ്ലസ് 3 ആണ്, 9 + 6 15 / 2 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് ആൻസർ കിട്ടും. ശരിയല്ലേ, ഇതാണ് ഏരിയ ഓഫ് ദിസ് റീജിയൻ. അപ്പോൾ ഈ ചോദ്യം ഇവിടെ മാറ്റി എഴുതണം, ഇത് കറക്റ്റ് അല്ല. y ഇസ് ഈക്വൽ ടു x പ്ലസ് 1 ആണ്, x ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻ, x ഇസ് ഈക്വൽ ടു 3 x ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് ചോദ്യം. ഗ്രാഫ് വരച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഗ്രാഫ് വരച്ചത്? y ഇസ് ഈക്വൽ ടു x പ്ലസ് 1 നമ്മൾ പണ്ടേ വരക്കുന്നതാണ്. y ഇസ് ഈക്വൽ ടു x പ്ലസ് 1ൻ്റെ ടേബിൾ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കിയാൽ മതി, ടേബിളിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. നോക്കൂ, ഇതാ എക്സ് വൈ, എക്സിന് 0 കൊടുത്തു, y ഇസ് ഈക്വൽ ടു 1, പിന്നെ വൈക്ക് 0 കൊടുത്തു, അപ്പോൾ x ഇസ് ഈക്വൽ ടു -1, ഇതാ -1 0 0 1. ഓക്കെ, നമ്മൾ ഈ പോയിന്റ് മാത്രം കിട്ടിയാൽ മതി, 0യും 3യും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ x² ഇസ് ഈക്വൽ ടു y ആൻഡ് y ഇസ് ഈക്വൽ ടു 3. ഏതാ x² ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പരാബോളയാണ്. ഏത് പരാബോളയാണ്? y ഇസ് ഈക്വൽ ടു x². y ഇസ് ഈക്വൽ ടു x² എന്ന് പറഞ്ഞ പരാബോള എങ്ങോട്ട് ഓപ്പൺ ആയി നിൽക്കുന്ന പരാബോളയാണോ? y ഇസ് ഈക്വൽ ടു x². യെസ്, ഇതാ ഈ പരാബോളയാണ് y ഇസ് ഈക്വൽ ടു x². ഇതാണ് y ഇസ് ഈക്വൽ ടു x². ഓക്കെ, y ഇസ് ഈക്വൽ ടു x². പിന്നെ അടുത്തത് y ഇസ് ഈക്വൽ ടു 3. വാട്ട് ഈസ് y ഇസ് ഈക്വൽ ടു 3? ഇതാ y ഇസ് ഈക്വൽ ടു 3. എല്ലാവർക്കും അറിയാം y ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ പാരലൽ ലൈനാണ് അല്ലേ, ഹൊറിസോണ്ടൽ ലൈനാണ് y ഇസ് ഈക്വൽ ടു 3. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി പരാബോള ആൻഡ് ദി ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏരിയ മൊത്തം ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, പക്ഷെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ, ഇതാ 0 മുതൽ, ഇത് 3 ആണ്, 0 മുതൽ 3 വരെ ഈ ഒരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡബിൾ എടുത്തിട്ടാണ് ആൻസർ എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ y ആക്സിസിലേക്കാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതണം? യെസ്, ഏരിയ ഇസ് ഈക്വൽ ടു, പറയൂ, 2 ടൈംസ് എഴുതണം അല്ലേ, 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to 3 y dx അല്ല, അതിന് പകരം നമ്മൾ x dy എന്ന് എഴുതണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to 3 വാട്ട് ഈസ് x? x ഈസ് √y dy. സോ ദ ആൻസർ ഈസ് 2 into √y ൻ്റെ ഇൻ്റഗ്രൽ y raised to 3/2 ഡിവൈഡഡ് ബൈ 3/2. 3/2 ഇവിടെ എഴുതാം അല്ലേ, വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 3. അപ്പോൾ ഇത് ഞാൻ ആദ്യം 4/3 എന്ന് എഴുതുന്നു, 4/3 ആദ്യം 3 എന്ന് അപ്പ് എഴുതുന്നു, 3 raised to 3/2 -0. അപ്പോൾ ആൻസർ കഴിഞ്ഞു. 4/3 ഇൻറ്റു ഇത് 3³ അല്ലേ, 27ൻ്റെ റൂട്ടാണ്, 27 എന്ന് എഴുതാം, അല്ലെങ്കിൽ 9√3 എന്ന് എഴുതാം. 4/3 ഇൻറ്റു 3√3 എന്ന് എഴുതുന്നു,
3 ക്യാൻസൽ ചെയ്യുന്നു, 4√3 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പോൾ ഇങ്ങോട്ട് y ആക്സിലേക്ക് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം, എക്സ് ഡി വൈ എന്ന് എഴുതണം. പിന്നെ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം മതി, ഡബിൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഡബിൾ എടുക്കാനുള്ള കാരണം ബൗണ്ടഡ് ബൈ പരാബോള ആൻഡ് ദി ലൈൻ എന്ന് മാത്രം പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ y² = 4x, ദ ലൈൻസ് x = 1, x = 4 ആൻഡ് ദി x ആക്സിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം. എന്നാൽ y² = 4ax അല്ലെങ്കിൽ y² ആ മോഡൽ വരുന്ന എല്ലാ പരാബോളയും നമുക്കറിയാം റൈറ്റിലേക്ക് ഓപ്പണായി നിൽക്കുന്ന പരാബോളയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റിലേക്ക് ഓപ്പണായി നിൽക്കുന്ന പരാബോളയാണ് y² = 4ax അല്ലെങ്കിൽ y² = 4x, y² = 9x ഒക്കെ ഏകദേശം ഇതേ മോഡൽ തന്നെ ആയിരിക്കും. ഇനി x = 1 എന്ന് പറയുന്ന ഏതാ ലൈൻ, വിച്ച് ഈസ് x = 1, 1ലൂടെ വരയ്ക്കുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ, അതാണ് x = 1. ഓക്കെ, x = 4 എന്ന് പറഞ്ഞാൽ 4ലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻ. അപ്പോൾ രണ്ട് ലൈൻസ് ഉണ്ട്, ഇത് 1 ആണ്, ഇത് x = 1 ആണ്, ഇത് x = 4 ആണ്. ആൻഡ് x ആക്സിസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ ഷെയ്ഡ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദി ഷെയ്ഡഡ് റീജിയൻ. ഈ ഏരിയയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. y² = 4x, x = 1, x = 4 ആൻഡ് x ആക്സിസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. വാട്ട് ഈസ് ഏരിയ? നിങ്ങൾ പറയൂ, ഏരിയക്കുള്ള എക്സ്പ്രഷൻ എന്താണ്? ഏരിയ = ഇൻ്റഗ്രൽ എവിടെ മുതലാ? 1 മുതൽ 4 വരെ അല്ലേ, 1 to 4 y dx എന്ന് എഴുതുന്നു. വാട്ട് ഈസ് y? യെസ്, ഇൻ്റഗ്രൽ 1 to 4. വാട്ട് ഈസ് y ഫ്രം ഹിയർ? y² = 4x. സോ വാട്ട് ഈസ് y? 2√x dx അല്ലേ. 4ൻ്റെ റൂട്ട് എഴുതി, √x-ൻ്റെ റൂട്ട് എഴുതി. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു √x-ൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം 2/3x⁻³ എന്നാണ്. അതിൻ്റെ ലിമിറ്റ് കൊടുക്കണം 1 to 4 എന്ന് കൊടുക്കണം. സോ ദ ആൻസർ ഈസ് 4/3 ഇൻറ്റു 4 കൊടുത്തു കഴിഞ്ഞാൽ 4⁻³ മൈനസ് 1⁻³ അല്ലേ. 1⁻³ 1 തന്നെ എഴുതിയാൽ മതി. സോ ദ ആൻസർ ഈസ് 4/3 ഇൻറ്റു ഇത് എത്രയായിരിക്കും? 4⁻³ നമ്മൾ പഠിച്ചല്ലോ. വാട്ട് ഈസ് 4⁻³? 4³ എന്ന് പറഞ്ഞാൽ 64, 64ൻ്റെ റൂട്ട് അല്ലേ, 64ൻ്റെ റൂട്ടാണ് 8 എന്ന ആൻസർ കിട്ടും. ഇത് 8 ആണ്. 8 - 1 ആൻസർ കിട്ടും. 8 - 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പം 4 ഇൻറ്റു 7/3, സോ 28/3 എന്നാണ് നമുക്കിതിൻ്റെ ആൻസർ ലഭിക്കുക. ക്ലിയർ? y dx മറക്കരുത്. ഈ ഒരു ചോദ്യം നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എൻക്ലോസ്ഡ് ബൈ x ആക്സിസ്, the line y = x = √3y and the circle x² + y² = 4. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ സർക്കിൾ ഒരു ലൈൻ ഉണ്ട്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്രങ്ങളൊക്കെ വരച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ലാസ്റ്റ് ചോദ്യമാണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി പരാബോള y = x² ആൻഡ് y = mod x. ഇതാണ് y = x² എന്ന് പറഞ്ഞ പരാബോള, ഇതാണ് y = mod x എന്ന് പറയുന്ന ലൈൻ. ഇവിടെ ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ രണ്ട് കർവുകൾക്ക് ഇടയിലുള്ള ഈ ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ ഈ പരാബോളക്കും ഈ ലൈനിനും ഇടയിലുള്ള ഏരിയ. രണ്ട് ഭാഗത്തുണ്ട്, രണ്ടും സിമ്മട്രിക് ആയതുകൊണ്ട് നമ്മൾ ഒരു ഭാഗം കണ്ടതിൻ്റെ ശേഷം ഡബിൾ എടുത്താൽ ആൻസർ കിട്ടും. അപ്പോൾ ഈ ഏരിയ കാണാൻ നമ്മൾ ഈ ഒരു പോയിൻ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ട, ഈ ഒരു പോയിൻ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പോയിൻ്റ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ കണ്ടെത്തണം. ഈ എക്സ് കോർഡിനേറ്റ് ഇത് ഓൺ നമുക്കറിയാം ഒറിജിനാണ് അല്ലേ, 0 ആണ്. ഈ ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടാൽ നമുക്ക് മൊത്തം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഈ y = mod x-ൻ്റെ ഈ ലൈൻ, ഇത് y = x ആണ് ആക്ച്വലി, ഇത് y = -x ആണ് അല്ലേ. mod x എന്ന് പറഞ്ഞാൽ y = x-ഉം y = -x-ഉം ചേർന്നാണല്ലോ mod x. അപ്പോൾ ഇത് മാത്രം എടുക്കുമ്പോൾ ഇത് y = x ആണ്. ഓക്കെ, y = x. അപ്പോൾ ഇവിടെ ഈ ലൈനിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടാൽ നമുക്ക് ഈ ട്രയാങ്കുലർ റീജിയൻ്റെ ആൻസർ കിട്ടും. അതിൽ നിന്ന് നമ്മൾ പരാബോളയുടെ താഴെയുള്ള ഏരിയ മൈനസ് ചെയ്യും. ലൈനിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടാൽ ഈ മൊത്തം ഏരിയ കവർ ചെയ്ത് പോവും. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇതാ ഈ പരാബോളയുടെ താഴെയുള്ള ഏരിയ മൈനസ് ചെയ്യണം. ബിഫോർ ദാറ്റ് വാട്ട് ഈസ് ദിസ് പോയിന്റ്? ഈ പോയിന്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും? y = x എന്ന് പറയുന്ന y = x² എന്ന് പറയുന്ന പരാബോള അല്ലേ, കോമ
വൈ ഇസിക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈൻ രണ്ടും കൂടി സോൾവ് ചെയ്യാണ്. അപ്പോൾ വൈക്ക് പകരം നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസിക്വൽ ടു എക്സ് സ്ക്വയർ. ഇൻസ്റ്റെഡ് ഓഫ് വൈ വി സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ്. സോ എന്ത് കിട്ടും ആൻസർ? എക്സ് ഇസിക്വൽ ടു എക്സ് സ്ക്വയർ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇസിക്വൽ ടു 0, അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ 0. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇസിക്വൽ ടു 0. എക്സ് ഇസിക്വൽ ടു 0 എന്ന് കിട്ടും, എക്സ് ഇസിക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് ഇസിക്വൽ ടു 0 അവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഈ പോയിന്റ് 1 എന്നുള്ള പോയിന്റ് ആയിരിക്കും. ദിസ് പോയിന്റ് ഈസ് 1. ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ വൈ ഇസിക്വൽ ടു എക്സ് ആയതുകൊണ്ട് ഇത് 1 1 ആയിരിക്കും, ഇത് 1 1 ആയിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ 1 മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഏരിയ എഴുതുമ്പോൾ ഏരിയ ഇസിക്വൽ ടു ഈ 2 ഭാഗം ഉള്ളത് കൊണ്ട് ഞാൻ 2 ടൈംസ് എന്ന് എഴുതി, 2 ടൈംസ്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഭാഗം എഴുതാണ്. ഫസ്റ്റ് ഭാഗം എഴുതുമ്പോൾ 0 മുതൽ 1 വരെ വൈ ഓഫ് ലൈൻ എഴുതുന്നു, വൈ ഡി എക്സ്. ഓക്കെ, വൈ ഓഫ് ലൈൻ ഡി എക്സ്. അതിൽ നിന്ന് ഇത് കണ്ടാൽ മൊത്തം ഈ ലൈനിൻ്റെ താഴെ എക്സ് ആക്സിസ് വരെയുള്ള ഏരിയ കിട്ടും അല്ലേ? എക്സ് ആക്സിസ് വരെയുള്ള ഏരിയ നമുക്ക് ആവശ്യമില്ല. ഏത് മൈനസ് ചെയ്യണം? 0 to 1 ഈ പരാബോളയുടെ താഴെയുള്ള ഏരിയ മൈനസ് ചെയ്യണം. അപ്പോൾ പരാബോളയുടെ താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 0 to 1 വൈ ഡി എക്സ് ചെയ്താൽ മതി. വൈ ഓഫ് പരാബോള ഡി എക്സ് ചെയ്താൽ ഇതിൻ്റെ ആൻസർ കിട്ടും. എന്നിട്ട് ഡബിൾ എടുക്കണം. ഓക്കെ, അപ്പോൾ 2 ടൈംസ് എഴുതി, ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. 2 ടൈംസ് മൊത്തത്തിൽ ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ. 0 to 1 വാട്ട് ഈസ് വൈ ഓഫ് ലൈൻ? വൈ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഡി എക്സ് മൈനസ് 0 to 1. വൈ ഓഫ് പരാബോള എന്താണ്? എസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് മൊത്തത്തിലൊരു ബ്രാക്കറ്റ് കൊടുക്കണം. 2 ടൈംസ് എഴുതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇത് എക്സിൻ്റെ ആൻസർ നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് കൊടുക്കുന്നു 0 to 1 മൈനസ് ഇവിടെ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3 ആണ്. അതിന് ലിമിറ്റ് കൊടുക്കുന്നു 0 to 1. മൊത്തത്തിലൊരു ബ്രാക്കറ്റ് വേണം, ഡബിൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇവിടെ 1 കൊടുത്താൽ ആൻസർ 1/2 അല്ലേ? -0 ചെയ്യേണ്ട ആവശ്യമില്ല ലോവർ ലിമിറ്റ് ആയതുകൊണ്ട്. വീണ്ടും മൈനസ്, ഇവിടെ വീണ്ടും 1/3. 1/3 മാത്രമേ കൊടുക്കാനുള്ളൂ. ലോവർ ലിമിറ്റ് കൊടുത്താൽ ഫുൾ 0 ആണ്. സോ ദിസ് ഈസ് ദി ആൻസർ 1/2 - 1/3. സോ ദ ആൻസർ ഈസ് 2 ഇൻറ്റു 3 - 2/6 അല്ലേ? 3 - 2 ഡിവൈഡ് ബൈ 6. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? 3/2 എന്ന് പറഞ്ഞാൽ മൈനസ് അല്ലേ? 2/3. 3 - 2 എന്ന് പറഞ്ഞാൽ 1/6. 2/6 എന്ന് കിട്ടും. 2/6 is equal to 1/3. ഏരിയ ബിറ്റ്വീൻ കേർവ്സ് എന്നുള്ള ഭാഗത്തുള്ളൊരു ചോദ്യമാണ്. ജസ്റ്റ് ചെയ്തെന്ന് മാത്രം, അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാവുന്നതാണ്. ഇവിടെ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ എക്സ് ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ വൈ ഇസിക്കൽ എക്സ് ആണ്. ആ എക്സിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടാൽ ഈ ഫുൾ ഏരിയ നമുക്ക് ആൻസർ കിട്ടും, ഈ ട്രയാങ്കുലർ റീജിയൻ കിട്ടും. പക്ഷേ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. അതായത് പരാബോളയുടെ താഴെ ആവശ്യമില്ലാത്തത് കൊണ്ട് പരാബോളയുടെ താഴെയുള്ള ഏരിയ, അതാണ് ഇൻ്റഗ്രൽ 0 to 1 വൈ ഓഫ് പരാബോള, അത് സബ്ട്രാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഡബിൾ എടുക്കാനുള്ള കാരണം ഈ ഭാഗവും ഉള്ളത് കൊണ്ടാണ് ഡബിൾ എടുത്തത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 1/3. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. ഈ 16ാമത്തെ ചോദ്യം ഞാൻ എക്സ്ട്രാ ചെയ്തതാണ്. ഓക്കെ, ശരി, എല്ലാ ചോദ്യങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 15 നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിത്രം വരച്ച് ചെയ്യുക. അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഞാൻ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, എല്ലാ ചോദ്യത്തിൻ്റെയും ഗ്രാഫ് അടക്കം നിങ്ങൾ പഠിക്കണം. വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാബോള റൈറ്റ് സൈഡിലേക്കാണ് മനസ്സിലാക്കി വെച്ചാൽ മതി. 4x ആണെങ്കിലും 9x ആണെങ്കിലും 6x ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് ഓപ്പണായി നിൽക്കുന്ന ഒരു റഫ് സ്കെച്ച് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ഓപ്പൺ എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് പരാബോള വരയ്ക്കേണ്ടത്. പിന്നെ സർക്കിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ടുവേർഡ്സ് അപ്വേർഡ്സ് ആണ്. അപ്വേർഡ് ഡയറക്ഷനിൽ ഓപ്പണായി നിൽക്കുന്ന പരാബോളയാണ്. എക്സിന് സ്ക്വയർ വരുമ്പോൾ അത്രയും കാര്യങ്ങൾ. 2 മോഡൽ പരാബോളയേ ഉള്ളൂ. പിന്നീട് സർക്കിളിൻ്റെ ഏരിയ, എലിപ്സിൻ്റെ ഏരിയ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം നിങ്ങൾ പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കും.